ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എന്തെല്ലാം കഴിച്ചു, എൻ്റെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ഇത്തിരി കട്ടൻ ചായ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് കുടിക്കും കേട്ടോ. രാവിലത്തെ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു രീതിയിലാണ്. ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇത്തിരി ഇളം ചൂടുവെള്ളം കുടിച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ കട്ടൻ ചായ കുടിക്കുന്നത്. അപ്പോഴൊരു റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചെടികളും മരങ്ങളും പ്രകൃതിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കും രാവിലെ എണീറ്റിട്ട്. അപ്പോൾ നല്ലൊരു ഉന്മേഷമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു വാതിക്കൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഗോതമ്പിൻ്റെ അപ്പവും അതേപോലെ ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഗോതമ്പ് പൊടി, ഒരു ഇത്തിരി ഉപ്പ്, പിന്നെ ഇത്തിരി തേങ്ങയും, പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഇത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇൻഡസ് വാലിയുടെ ഒരു തവയാണ് കേട്ടോ. ഇത് അയൺ തവയാണ്. നമുക്കറിയാമല്ലോ, അയൺ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ അയണിൻ്റെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അയൺ കണ്ടൻറ്റ് നല്ല രീതിയിൽ കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോവും, നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നോൺ സ്റ്റിക്ക് വാങ്ങിക്കുന്ന ആ ഒരു പ്രൈസിലെങ്കിൽ അതിലും കുറവ് പ്രൈസിൽ ഇതേപോലെ അയൺ പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ യൂസ് ചെയ്യണതനുസരിച്ച് നമുക്ക് നല്ല മയപ്പെടുത്തി എടുക്കാൻ പറ്റും. ഓൾറെഡി ഇൻഡസ് വാലിക്കാർ നല്ല രീതിയിൽ എന്താ പറയുക നന്നായിട്ട് മയപ്പെടുത്തിയിട്ടുള്ള ഒരു തവയാണ് കേട്ടോ. എങ്കിലും ഞാനതിൽ ജസ്റ്റ് നന്നായിട്ട് എണ്ണയൊക്കെ തടകി നന്നായിട്ട് കോട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യണത്. ചപ്പാത്തി, ഊത്തപ്പം, അപ്പം, ഇത്തിരി കട്ടിയുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു തവയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ഒരു 600 സംതിങ് ഒക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടും എനിക്ക് എന്താ പറയുക അത്യാവശ്യം സാമ്പത്തികമൊക്കെ ആവുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഇതേപോലെ അയൺ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അയൺ പാത്രങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു ഗുണം ഇതുകൊണ്ടാണ്, അതായത് നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കും, ഫുഡിൽ അയണിൻ്റെ കണ്ടൻറ്റ് കിട്ടും, നന്നായിട്ട് ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കഴുകി, എന്നിട്ട് ഇത്തിരി സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഇത്തിരി ഓയിൽ തടകിയിട്ട് വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന തോറും നന്നായിട്ട് മയപ്പെട്ട് വരും കേട്ടോ ഈ ഒരു പാത്രം. അപ്പോൾ നിങ്ങൾ ഇൻഡസ് വാലിയിൽ നിന്ന് ഇതേപോലെ പ്രൊഡക്റ്റ്, ഇതേപോലെ അയണിൻ്റെ പാത്രങ്ങൾ, സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതായത് കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുക്കിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു കോഡ് കൊടുക്കുന്നുണ്ട്, സുമി12. ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് ഉണ്ടാവും അവരുടെ വെബ്സൈറ്റിൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത്തിരി കട്ടിയുള്ള അപ്പമൊക്കെ ഈ ഒരു തവയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഊത്തപ്പം, ഓംലേറ്റ്, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അത് അത്യാവശ്യം വലിയൊരു തവയാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ഗ്യാസിൻ്റെ കണ്ടില്ല, ഗ്യാസിൻ്റെ അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ അതിൻ്റെ ഒരു പിടിക്കാനായിട്ട് 2 വശത്തും സ്റ്റീലിൻ്റെ ഒരു പിടിയും വരുന്നതുകൊണ്ട് നല്ല ഒരു കംഫോർട്ടബിളാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഈ ഒരു ഗോതമ്പിൻ്റെ അപ്പമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാറുണ്ട്. ചില സമയത്ത് തേങ്ങ മാത്രം ഇടും, ചില സമയത്ത് ചെറിയ ഉള്ളിയും കുറച്ച് പച്ചമുളകും, നൈസായിട്ട് പച്ചമുളക് അരിയും, ഇത്തിരി കറിവേപ്പിലൊക്കെ അരിഞ്ഞൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പവും ചെറുപയർ കറിയാണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ യൂഷ്വലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻവോൾവ് ആക്കിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. ചപ്പാത്തിയും പിന്നെ ചെറുപയർ കറിയാണ്. എന്താണ് എൻ്റെ വായിലിരിക്കണത്? കറി ചൂടായോണ്ട് ഞാൻ കറി കഴിക്കാത്ത. കറി കഴിക്കണം, ചെറുപയർ കഴിക്കണം. കഴിക്കി ചെറുപയർ ഊതി കഴിക്കി. അവൻ ഇപ്പൊ വെച്ചല്ലേ ഉള്ളൂ, ഊതിയിട്ട് എടുത്ത് ചെറുപയറും കഴിക്കണം. ചെറുപയർ ഹെൽത്തിയാ. വെള്ളം എടുത്തരാം. വെള്ളം ഞാൻ ഇളം ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇത് മരുന്നല്ല, അത് മിഠായ. സൂക്ഷിച്ച് പാത്രത്തിലോടൊക്കെ വീണ്. അവിടെ ഇരുന്ന് കഴിക്കുന്ന, നിന്ന് കഴിക്കണം, ഇരുന്ന് കഴിക്കേ.
എന്താ കാണിക്കണം, ഞാൻ എടുക്കുന്നുണ്ട്. ചെറുപയറും കൂടി ഇട്ട് കഴിക്കണിച്ചു. നടക്ക് അങ്ങനെ പൊടി അടക്കല്ലേ, അങ്ങനെ നടന്നു. ആ മുട്ടുണ്ടെങ്കിൽ നടന്നോ. ബാ പോരടി ഇങ്ങട് എടി നടക്കടിച്ചു. ആ കാറ് കാണിച്ച പോലെ എടുത്തിട്ടുണ്ട്. ബാ ഇങ്ങനെ നടക്കിങ്ങട്. ഇനി അങ്ങനെ നടക്ക സ്കൂളിലോട്ട്. അപ്പോൾ രാവിലെ നിച്ചുവിനെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഒരു കോലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേളിൽ താമസിക്കുന്നതുകൊണ്ട് താഴെ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് അരിയൊക്കെ പൊടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ അരിയൊക്കെ കഴുകി ഒന്ന് വെള്ളമൊക്കെ ഊറ്റിയിട്ട് അത് പൊടിപ്പിക്കാനും കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട് തൊട്ടിപ്പുറത്ത് തന്നെ അരിയൊക്കെ പൊടിച്ച് കിട്ടുവേ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മില്ലട്ടാ. ഈ ഒരു മില്ലിൽ പൊടിപ്പിക്കാൻ കൊടുത്തിട്ട് ഞാൻ നിച്ചുവിനെ സ്കൂളിൽ കൊണ്ടാക്കും. തിരിച്ചു വന്ന വഴിക്ക് അത് വാങ്ങിക്കാണ്ട ചെയ്യുന്നത്. അപ്പം നമ്മൾ റോട്ടിൽ നമുക്ക് അറിയണ ഒരു ചേച്ചിൻ്റെ വർത്താനമൊക്കെ പറഞ്ഞ്, അപ്പോൾ റോഡായതുകൊണ്ട് വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് രാവിലത്തെ ഒരു കാര്യങ്ങൾ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ ഫുഡൊക്കെ ആക്കി, ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇത്തിരി സാമ്പാറും പിന്നെ എന്താ പറയുക കോവക്ക ഫ്രൈയും ആണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഒരു മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോവക്ക ഫ്രൈ, നല്ല ടേസ്റ്റാണ്. ഈ എന്തെങ്കിലും ഒരു ഫ്രൈ വേണം, ഇതേപോലെ കോവക്കയോ വഴുതനങ്ങയോ എന്തെങ്കിലുമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് ഇങ്ങനെ സാമ്പാറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ സാമ്പാറും കോവക്കയൊക്കെ കൂട്ടി ചോറുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ എന്നിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഉച്ചക്കത്തെ അങ്ങനെ വേറെ ഒന്നുമില്ല. ഇത് കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഈ ഇതില്ലേ ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർജ ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കോട്ടെ. ഇപ്പോൾ ചൂട് കൂടുതലല്ലേ, അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ തണുത്തൊക്കെ കഴിക്കാൻ തോന്നണം. കാരണം ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 2:30-3 മണി ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കൂട്ടാ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നല്ല കിളികളുടെ ശബ്ദമാണ്. എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കും. നല്ല പശുവിൻ്റെ കരച്ചിൽ, കോഴിയുടെ കൂകൽ, കിളികളുടെ ഇങ്ങനെ ശബ്ദം, ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഫുഡിൻ്റെയൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചവച്ച് തിന്നണതും കറികളിങ്ങനെ ഫ്രൈ ഒക്കെ ഇങ്ങനെ ക്രിസ്പാക്കണ ശബ്ദമൊക്കെ ഷൂട്ട് ചെയ്യണത്, അങ്ങനെ എടുത്താണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ഈവനിങ് ആയി. ഈവനിങ് നിച്ചുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ അവൾക്ക് വൈകുന്നേരത്തേക്ക് നമ്മൾ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വാങ്ങിച്ച കാരണം അതിങ്ങനെ കഴുകിയിട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്, കഴുകി തുടച്ചിട്ടൊക്കെ. അപ്പോൾ അതാണ് ഇന്ന് ജസ്റ്റ് നിച്ചുവിന് വൈകുന്നേരം കൊടുത്തേക്കണത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ടോ സ്ട്രോബെറീസൊക്കെ. ചില സമയത്ത് ഞങ്ങൾ ഭയങ്കര പുളിപ്പുള്ളതാണെങ്കിൽ ഇത്തിരി ഉപ്പിലൊക്കെ മുക്കിയിട്ടൊക്കെ കഴിക്കലുണ്ട്. അപ്പോൾ സ്ട്രോബെറീസൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ ഇത്തിരി വിനാഗിരി, ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ടൊക്കെ നമ്മൾ എന്താ പറയുക തുടച്ചിട്ടൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, കേട് വരില്ല, പിന്നെ അഴുക്കൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും പ്രാണികൾ നമ്മൾ കാണാൻ പറ്റാത്ത പ്രാണികളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പോകും, ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അതിൻ്റെ ലീവ്സ് എടുത്ത് പറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം വെക്കുകയാണെങ്കിൽ ഇത് വാടിപ്പോവും. അതുകൊണ്ടാണ് ലീവ്സ് കളയാത്തത്. അപ്പോൾ അതാണ് നിച്ചു കഴിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ വൈകുന്നേരം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട് രാത്രിയിൽ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ മസാല ദോശ കഴിക്കാൻ വന്നേക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു ഹോട്ടലിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വീക്ക്ലി വൺസൊക്കെ ഇതേപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കലുണ്ട്. നമുക്ക് ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെയുള്ള പോലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉണ്ടെങ്കിൽ നിച്ചുവിന് ഒരു നെയ് റോസ്റ്റും ഞാനൊരു ഫ്ലവർ ദോശ, അതായത് കോളിഫ്ലവറിൻ്റെ ഒരു കറിയാണ് ആ ഒരു സംഭവത്തിൽ മസാല ദോശ കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ല, ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് പകരം കോളിഫ്ലവറിൻ്റെ ഒരു മസാല ആയിരിക്കും, അത്രയുള്ള കേട്ടോ വ്യത്യാസം. രാകേശ്വരം എന്തോ പൊറോട്ടയും പനീർ ബട്ടർ മസാലയോ അങ്ങനെ എന്തോ ആട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നിച്ചു കൊറിയക്കാരുടെ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ കാണിക്കും കൈ വെച്ചിട്ട് ലവിൻ്റെതൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ യൂട്യൂബിലും വീഡിയോസ് ടി വിയിലൊക്കെ കണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ നിച്ചു ഫുഡ് കഴിക്കാൻ കുറച്ച് വൈകും, കാരണം ഇങ്ങനെ തൊപ്പി പോലെയൊക്കെ കൊണ്ട് വെച്ചേക്കണം. കാരണം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ കഴിയുമ്പോഴാണ് അവളതൊന്ന് ഇത്തിരി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിലുള്ളൂ.
പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകും, മാറിക്കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.